എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുൻപിലോട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഒന്ന് പെന്തക്കോസ്ത വിശ്വാസം വിട്ടുമാറി നിരീശ്വരവാദിയായി തീർന്ന ഒരു സഹോദരനെയും അതുപോലെ ബുദ്ധിമതിയായ ഒരു പെന്തക്കോസ്തക്കാരത്തിയുമാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ നിരീശ്വരവാദിയിലോട്ട് വരാം. പുള്ളി ഒരു പെന്തക്കോസ്ത വിശ്വാസിയായിരുന്നു. പെന്തക്കോസ്ത വിശ്വാസത്തിൽ നിന്നൊരു ചെറുപ്പക്കാരനാണ്. പെന്തക്കോസ്ത വിശ്വാസത്തിൽ നിന്നും ഇപ്പോൾ നിരീശ്വരവാദിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഞാനൊരു ചെറിയൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ കണ്ടതാണ്. നമ്മൾക്കറിയാലോ, ഈ നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, ഇവർ നമ്മളുടെ മനസ്സ് അറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സ് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മളുടെ മുൻപിലേക്ക് കൊണ്ടുത്തരും അല്ലേ. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഫേസ്ബുക്കിൽ നമ്മൾക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അതിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരെ മുഴുവൻ ഇവർ നമ്മളുടെ മുൻപിലേക്ക് സജഷൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുതരാറുണ്ട് അല്ലേ. അത് നമ്മൾക്ക് ഇതിനകത്താണെങ്കിലും അതെ, നമ്മളുടെ ചോയ്സിനനുസരിച്ച വ്യക്തികൾ, ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ഇട്ടാൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കാണുവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ പല വിധത്തിലുള്ളത് നമ്മളുടെ മുൻപിലേക്ക് ഇങ്ങനെ ചോയ്സ് ആയിട്ട് കൊണ്ടുത്തരും. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ യൂട്യൂബുകാരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു, ഞാനൊരു എന്താ പറയുക പെന്തക്കോസ്തുകാരത്തിയാണെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കും ഈ പെന്തക്കോസ്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് എൻ്റെ മുൻപിലോട്ട് ഇങ്ങനെ സജഷനായിട്ട് കൊടുത്തത്. ഓരോരുത്തരുടെ മുൻപിലോട്ട് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ, അതായത് ഈ നിരീശ്വരവാദിയായ ഒരു എന്താ പറയുക സഹോദരൻ്റെ വീഡിയോ എൻ്റെ മുൻപിലോട്ട് കൊണ്ടുവരുവാനായിട്ട് ഇടയായത്, ഞാനത് കാണുവാനായിട്ട് ഇടയായത്. ഓക്കെ, അപ്പോൾ പുള്ളി അവിടെ പറയുന്നത്, പുള്ളി ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു പുള്ളി ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ പെന്റക്കോസ്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം പുള്ളി ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം, ആദ്യം പുള്ളി എല്ലാം ഇവർ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചിരുന്നു. പിന്നെയാണ് പുള്ളി എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഇതിനകത്ത് പകുതിയും ലോജിക്ക് ഇല്ലല്ലോ എന്ന് മനസ്സിലാക്കി പുള്ളി ചിന്തിച്ച് തുടങ്ങിയത്. പിന്നെ അതിനുശേഷം എന്താണ് രോഗശാന്തി, മരിച്ചവരെ ഉയർപ്പിക്കുക, ഉള്ളതിലൊക്കെ പുള്ളിക്ക് വിശ്വാസം പോയി തുടങ്ങി. അതുകൂടാതെ പുള്ളി പറഞ്ഞത്, പുള്ളി ആയിരുന്ന സഭയിൽ എന്താ പറയുക, അവർ ഭയങ്കരമായിട്ട് തീവ്ര പെന്തക്കോസ്തായിരുന്നു. എന്ന് വെച്ചാൽ അവർ വിശ്വസിച്ചിരുന്നത് ഹോസ്പിറ്റലിൽ പോലും, പഴയ കാലങ്ങളിലൊക്കെ ഹോസ്പിറ്റലുകളിൽ പോലും പോകാൻ പാടില്ല, രോഗം വന്നു കഴിയുമ്പോൾ ദൈവം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞും ഇരുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിർവാഹമില്ല, നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ അവരെ സഭയിൽ നിന്ന് പുറത്താക്കും, അങ്ങനെ പുറന്തള്ളപ്പെട്ടവരാക്കും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റിസ്ട്രിക്ഷൻസ് ഉള്ള സഭയിലായിരുന്നു ഇദ്ദേഹം വളർന്നു വന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്തായി അതിനോടൊരു താല്പര്യക്കുറവ് തോന്നി തുടങ്ങി. സകലത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു മൈൻഡും ആ പുള്ളിയുടെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ പുള്ളി അവസാനം ദൈവത്തെ പോലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ലെവലിലേക്ക് എത്തി. പുള്ളി എന്താണ് ഒരു വിശ്വാസ ജീവിതത്തിൽ വിട്ട് ഇന്ന് പുള്ളി എന്താണ് ഒരു നിരീശ്വരവാദിയായിട്ട് ജീവിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഓക്കെ, പുള്ളിക്ക് എന്താ പറയുക, മരിച്ചവരെ ഉയർപ്പിക്കുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടറിവുള്ളൂ, പുള്ളി ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ രോഗശാന്തി ലഭിക്കുമെന്നുള്ളതും മറ്റുള്ളവർ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ, പുള്ളി ഒന്നും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ തെറ്റ് പറയുവാനായിട്ട് പറ്റത്തില്ല. കാരണം പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്യം എന്നെ വല്ലാതെ സ്പർശിച്ചു. അതാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുവാനായിട്ട് കാരണമായത്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത അവസ്ഥ എനിക്ക് പെന്തക്കോസ്തിലായിരുന്നപ്പോൾ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അടിവരയിടേണ്ട കാര്യം തന്നെയാണ്. കാരണം അതിനകത്ത് പുള്ളി പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് അല്ലേ. ബാക്കിയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പറ്റത്തില്ല. കാരണം മരിച്ചവരെ ഉയർപ്പിക്കുക, രോഗശാന്തി വരിക, ഇതൊക്കെ എന്താണ്, അതൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേകമായ, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം ദൈവത്തിന് ഒരു വ്യക്തിയോട് മനസ്സലിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷ വ്യക്തിയിലൂടെ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ ആ വ്യക്തി, അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു വ്യക്തിയെ ജീവിപ്പിക്കണമെന്നും ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ ദൈവം ആ മനുഷ്യനോടുള്ള കരുണ കൊണ്ട് അവിടെ നടക്കും. ഇതുപോലെ തന്നെ രോഗശാന്തിയിലും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഞാൻ മുൻപേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 3 ടൈപ്പിൽ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആ വ്യക്തിയോടുള്ള കരുണ, അത് അല്ല എന്ന് വെച്ചാൽ രോഗിയായി കിടക്കുന്ന വ്യക്തിയോടുള്ള കരുണ, അതല്ലെങ്കിൽ എന്താണ് അതിന് ഒരു ശുശ്രൂഷക്കാരനോടുള്ള കരുണ, അതല്ലെങ്കിൽ ഇവരോട് രണ്ടുപേരോടുമല്ല, അവിടെ നിൽക്കുന്ന ജനത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ നാമമഹത്വം എടുക്കുവാനായിട്ട്. അങ്ങനെ ഈ 3 വിധത്തിൽ ഇത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് അദ്ദേഹം കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ ഇല്ല എന്ന് പറയുന്നതിനോടും യോജിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് നമ്മളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ പുള്ളിയോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ആയിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിന്ന് കറക്റ്റ് തന്നെയാണ് അല്ലേ. നമ്മൾക്കറിയാം, പെന്തക്കോസ്ത് കോളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്തിൽ തന്നെയാണ്, ക്രിസ്ത്യാനികളെ കഴിഞ്ഞും പെന്തക്കോസ്ത് കോളത്തിലാണ് നമ്മളോട് തന്നെ ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഈ ആത്മീയ നേതൃത്വം എത്തിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, നമ്മൾ ഒന്നിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അവരെ എന്ത്
എന്ത് ചെയ്താലും, എന്ത് തെറ്റവർ ചെയ്താലും നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. നമ്മളത് അപ്പോൾ തന്നെ കേട്ട് അവർ എന്ത് പറഞ്ഞാലും, ഇനി വചനവിരുദ്ധത പറഞ്ഞാലും നമ്മൾ എന്താണ് അത് നമ്മൾ മൗനമായിട്ട് നമ്മൾ ഇരുന്നോണം. എല്ലാം ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് നമ്മൾ മൗനമായിട്ടിരുന്നോണം. നമ്മൾ മിണ്ടരുത്. ഇനി അവർ നമ്മളുടെ മുൻപിൽ വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയാണെങ്കിൽ പോലും എന്താണ് നമ്മൾ മിണ്ടാതിരുന്നത് വിശുദ്ധ വ്യഭിചാരം എന്ന് നമ്മളങ്ങ് കണക്ക് കൂട്ടിക്കോണം. അതുപോലെ തന്നെ എന്താണ് അവൻ പൈസ കക്കുന്നവനാണെങ്കിലും എന്താണ് അതൊക്കെ വിശുദ്ധ കള്ളത്തരത്തിൻ്റെ വകുപ്പിൽ പെടുന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതെ ഇരുന്നോണം. അവരെന്ത് ചെയ്താലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്. ഇനി ചെയ്തു പോയാൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം അതുകൊണ്ട് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ എന്താണ് ശാപമാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ എന്താ പറയുക ഒരു വിലയില്ലാത്തവരാക്കി മാറ്റുന്ന ഒരു പ്രവണത പെന്തക്കോസ്ത് ഗോളങ്ങളിൽ പണ്ട് തൊട്ടേ ഉള്ളതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് പുള്ളി പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടോപ്പിക് ഇന്ന് സംസാരിക്കാമെന്ന് തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം വിശുദ്ധ ബൈബിളിലോട്ട് വന്നു കഴിയുമ്പോൾ പലതും ലോജിക്കൊന്നും ഉള്ളതല്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് വിശുദ്ധ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളല്ല ആര് പറയുന്നത്, നമ്മളുടെ എന്താ പറയുക ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർ പഠിപ്പിക്കുന്നത്. കുറേയൊക്കെ അവർ വെള്ളം ചേർക്കും. കാരണം എന്താണ്, അവരുടെ ആ ഒരു സെൽഫ് ഇതിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് പകുതി കാര്യങ്ങളും അവർ വെള്ളം ചേർത്ത് ലോജിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് തിരിച്ചറിയുന്നവർക്ക് അതിൽ നിന്ന് ഒരു വിടുതലുണ്ടാകും, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകും. ഇനി അതില്ലാതെ അവിടെ തന്നെ കിടക്കുന്നവർക്ക് എന്താണ് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ എന്നെ വിളിച്ചു. അപ്പച്ചൻ ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരു 72-73 വയസ്സുണ്ട് അപ്പച്ചന്. അപ്പോൾ ആ അപ്പച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, പുള്ളി പോകുന്ന സഭയിൽ പുള്ളി പല കാര്യങ്ങളും കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് പ്രതികരിക്കണമെന്ന് തോന്നും. എന്നാൽ പുള്ളിക്ക് പ്രതികരിക്കുവാൻ കഴിയാതെ വണ്ണം പുള്ളിയെ ബന്ധിച്ചിട്ടിരിക്കുന്നതാണ് പുള്ളിയുടെ വൈഫ്. ഓക്കെ, ഭാര്യ സമ്മതിക്കത്തില്ല. അപ്പോൾ ഭാര്യ ഒരു കാരണം, നിങ്ങളൊന്നിനകത്തും ഇടപെടേണ്ട മനുഷ്യ, നിങ്ങൾ ചോദിക്കാനൊന്നും പോകേണ്ട മനുഷ്യ, ചുമ്മാ നമുക്ക് പണി കിട്ടേണ്ട മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിയെ ഒന്നിനും വിടത്തില്ല. പുള്ളി പറയാം 70-72 വർഷമായിട്ട് ഞാനിത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തിനെ കല്യാണം കഴിച്ച നാൾ തൊട്ട് ഇവർ അപ്പത്തൊട്ടേ ബന്ധവസ്ഥാണ്. അപ്പോൾ കല്യാണം കഴിച്ച നാൾ തൊട്ട് പുള്ളിക്ക് പ്രതികരിക്കുവാൻ കഴിയുന്നില്ല. കാരണം ഈ പുള്ളീനെ ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ പൂച്ചുവലങ്ങിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി പറയാം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലോട്ട് ഞാൻ എത്തപ്പെട്ടിരിക്കുകയാണെന്ന് ആ ഒരു മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പച്ചനല്ലേ ഭർത്താവ്, അപ്പോൾ അപ്പച്ചന് പ്രതികരിച്ചുകൂടെ, ഒന്നും മിണ്ടാതിരിക്കടി എന്നെങ്കിലും അപ്പച്ചന് പറഞ്ഞുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ പറയുകയാണ്, എൻ്റെ പൊന്നുമോനെ നമ്മൾക്ക് ഭക്ഷണം കിട്ടണ്ടേ, ഇച്ചിരി കഞ്ഞിയും വെള്ളം എങ്കിലും കിട്ടണ്ടേ, അത് കിട്ടണമെങ്കിൽ ഈ പുള്ളിക്കാരത്തി പറയുന്നത് അനുസരിച്ചേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ വെച്ച് കൊടുക്കണ്ടേ. പ്രായമായി കഴിയുമ്പോൾ അപ്പച്ചന്മാർക്ക് പറ്റുമോ ഭക്ഷണം ഉണ്ടാക്കാൻ? പറ്റത്തില്ല. അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞാലേ അപ്പച്ചന് കഞ്ഞിയും വെള്ളവും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അപ്പച്ചൻ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. എന്തൊരു ഗതികെട്ട അവസ്ഥയാണല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ആ പയ്യനും പറഞ്ഞു വെച്ചത്. എന്ന് വെച്ചാൽ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെയായി മാറുക എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെച്ചത് വളരെ കറക്റ്റ് പോയിൻ്റാണ്. നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട പോയിൻ്റാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം കേട്ട് ശീലിച്ച ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം അങ്ങനെയല്ല. കാരണം തെറ്റിനെ തെറ്റ് എന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അവർ നമ്മൾക്കെതിരെ കുറേ കാട്ടിക്കൂട്ടലുകൾ നടത്തും. എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം എനിക്കെതിരെ പോലും പറയുകയുണ്ടായി. കാരണം പുള്ളിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഞാനൊരു വിഷയമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും പുള്ളീനെ വിളിച്ചു. ഇനി പുള്ളിയുടെ അടുത്ത് എന്താണ് ഞാൻ അവരോടൊക്കെ പറഞ്ഞ് പ്രതികാരം ചെയ്യരുതെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എനിക്കെതിരെ ആരാണ്ടൊക്കെ പ്രതികാരം ചെയ്യുവാനായിട്ട് അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കോടതിയിൽ പോയി ഒരു പ്രൊട്ടക്ഷൻ ഓർഡറൊക്കെ എടുത്തിട്ട് ഇനി ആ സഭയിലോട്ട് പോകാൻ പാടുള്ളൂ. ആ ഒരു വിധത്തിലോട്ട് എൻ്റെ ഒരു മനോനിലയെ എത്തിച്ചിരിക്കുകയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, പലതും എന്താണ് അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് വചനത്തിലില്ലാത്ത ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അതെന്താണ് ഇന്നത്തെ തലമുറകളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അവരെ കൊണ്ടുപോകുന്നത് നിരീശ്വരവാദത്തിലേക്കാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു വന്നത് ബുദ്ധിമതിയായ ഒരു ബന്ധകസ്തുകാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലേ. അപ്പോൾ ഈ ബുദ്ധിമതിയായ ബന്ധകസ്തുകാരത്തി എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന ഒരു ആൻറ്റിയാണ്. അവർ ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചു വളർന്നതാണ്. അപ്പോൾ ഇവർ പുൽപ്പള്ളി എന്ന് പറയുന്ന കോട്ടയം അവിടെയുള്ള പുൽപ്പള്ളി തന്നെയല്ല, പുതുപ്പള്ളി. ഓക്കെ, പുതുപ്പള്ളിയിലാണ് ഈ ആൻറ്റിയുടെ വീട്. ഓക്കെ, അപ്പോൾ ഈ ആൻറ്റി മാത്രമേ പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ളൂ. ആൻറ്റിയുടെ ഭർത്താവ് വിശ്വാസിയല്ല. ഓക്കെ, അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആൻറ്റി സ്നാനപ്പെട്ട ആൻറ്റിയാണ്. ആൻറ്റി പെന്തക്കോസ്ത് ചർച്ചിൽ പോകത്തില്ല. അപ്പോൾ ഒരു ദിവസം ഈ ആൻറ്റിയെ ഒന്ന് പരിചയപ്പെടുവാനായിട്ടും ആൻറ്റിയുടെ ആ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കകത്തൊന്ന് പങ്കെടുക്കുവാനും എനിക്ക് അവസരം ലഭിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ആൻറ്റിയോട് സംസാരിച്ചപ്പോൾ ഞാൻ ആൻറ്റിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ആൻറ്റി സഭയിൽ, അതായത്
അതായത് ഒരു പെന്തക്കസ്ത കൂട്ടായ്മയ്ക്കകത്ത് പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? പുള്ളിക്കാരത്തി പറഞ്ഞു, എന്തിനാ കുഞ്ഞ് അങ്ങോട്ട് പോകുന്നത്? നമ്മൾക്ക് ഉള്ള വിശ്വാസം പോലും പോയി പോകും. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? ഇവർ പറയുന്നത് പകുതിയും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നല്ല ഇവർ സംസാരിക്കുന്നത്. ഇവർ പകുതിയും ഇവരുടേതായിട്ടുള്ള കുറേ എന്താ പറയുക, അതിനകത്ത് കുറേ വെള്ളം ചേർത്ത് സംസാരിക്കുമെന്നും, രണ്ടാമത്തത് ഇവർക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ കുത്തുപ്രസംഗവുമായിട്ട് ഇവർ എഴുന്നേൽക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കാനായിട്ട് നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? കുത്തുപ്രസംഗം അവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കണം, ഞാൻ അതിലോട്ട് വരാം. ഓക്കെ, അതുകൊണ്ട് എന്തിനാണ് അതിനകത്ത് പോകുന്നത്? അതുകൊണ്ട് ഞാൻ പെന്തക്കോസ്ത് ചർച്ചകളിൻ്റെ അകത്ത് പോകാറില്ല. പകരം പുള്ളിക്കാരത്തിൻ്റെ വീട്ടിൽ എല്ലാ ബുധനാഴ്ചയും പുള്ളിക്കാരത്തെ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് ആൾക്കാരൊന്നും, ഒരുപാട് ആൾക്കാർ, പെന്തക്കോസ്തുകാരും അല്ലാത്തവരുമായ ഒരുപാട് ആൾക്കാർ ആ വീട്ടിൽ വരുന്നുണ്ട്. അവർ അത്യാവശ്യ സാമ്പത്തികമുള്ളവരാണ്, അവരുടെ വീട്ടിൽ വരാറുണ്ട്. എന്നിട്ട് അടുത്തതാണ് കേട്ടോ പോയിന്റ്. ഈ പുള്ളിക്കാരത്തിൻ്റെ ബുധനാഴ്ച മീറ്റിങ്ങിനകത്ത് നല്ല പ്രശസ്തരായ പാസ്റ്റർമാരെയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 4-5 പാസ്റ്റർമാർ ഇങ്ങനെ മാറി 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 വരികയാണ് അവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഞാൻ ചോദിച്ചു, ആൻറ്റി എന്തുകൊണ്ട് ഒരാളെ മാത്രം ആൻറ്റി ഏൽപ്പിക്കാത്തത്? അന്നേരം പുള്ളിക്കാരത്തി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരാളെ മാത്രം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ അതും പൊളിച്ചോട്ട് പോകുമെന്ന് പറഞ്ഞു. ഏത് ആ സഭ ആൻറ്റി അവിടെ ആ ഒരു അത്രയും കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്ന ആ ഒരു മനുഷ്യന്മാരെ, അതായത് അവിടെ ഒരു കൂട്ടായ്മ ഉണ്ട്, ആ കൂട്ടായ്മയെ പൊളിച്ച് ഇവന്മാർ പോകും. അതുകൊണ്ട് ഞാൻ എന്താണ്, ഒരാളെ തന്നെ ഏൽപ്പിക്കാതെ ഒരു 4-5 പേരെ, അതിൻ്റെ ഇടയ്ക്ക് വേറെ എവിടെന്നെങ്കിലും നല്ല ദൈവദാസന്മാരൊന്നും ഉണ്ടെന്ന് കേട്ടാൽ പുള്ളിക്കാരത്തെ അവരെയും ഇടയ്ക്ക് അവിടെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അങ്ങനെ കൊണ്ടുവരും. എന്ന് വെച്ചാൽ ഒരാളുടെ കൺട്രോളിൽ മാത്രമല്ല അവിടുത്തെ എന്ത് പോകുന്നതും, അവിടുത്തെ ആ ഒരു കൂട്ടായ്മ പോകുന്നതൊക്കെ. അവിടെ ആരാധനയുണ്ട്, വചന ശുശ്രൂഷയുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് 10 മണിക്ക് തുടങ്ങും, 1 മണിയാകുമ്പോൾ തീരും. അപ്പോൾ ഈ 1 മണിയാകുമ്പോൾ പുള്ളിക്കാരത്തി എല്ലാവർക്കും ഓരോ നല്ലൊരു ഗ്ലാസ് ചായയും എന്തെങ്കിലും ഒരു ചെറുകടിയും കൊടുത്ത് പുള്ളിക്കാരത്തി വിടാറുണ്ട്. ഇനി ചെറുകടി എന്ന് പറയുന്നതും പുള്ളിക്കാരത്തി ബേക്കറി പോയി എന്താ പറയുക മേടിച്ചുകൊണ്ട് വരിക, അപൂർവമായിട്ട് ബേക്കറികളിൽ പോകത്തുള്ളൂ. അല്ലെങ്കിൽ പുള്ളിക്കാരത്തി അവിടെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കടി ഉണ്ടാക്കി ഇവർക്ക് കൊടുത്ത് വിടാറാണ് പതിവ്. എന്നിട്ട് അത് കൂടാതെ ഇവരെന്ത് ചെയ്യുമെന്ന് പറയാമോ? ഇവരുടെ വാഹനത്തിൽ എന്ന് വെച്ചാൽ അവിടെ അടുത്തുള്ളവരെയൊക്കെ ആ വാഹനത്തിൽ അവരുടെ വീടുകളിൽ കൊണ്ടേയാക്കും. ബാക്കിയുള്ളവരെയൊക്കെ അവർക്ക് പോകേണ്ട ബസ് സ്റ്റോപ്പുകളിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് ആ അങ്കിള് വീട്ടിൽ വരും. കാരണം ഈ അങ്കിൾ ഒരു വിശ്വാസിയല്ല എങ്കിൽ പോലും പുള്ളി അത് ചെയ്യുന്നു വളരെ സന്തോഷത്തോടെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപെയാണ് ഞാൻ അവരെ പരിചയപ്പെട്ടത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഫോൺ മാറിയത് കൊണ്ട് അവരുടെ നമ്പറൊക്കെ എൻ്റെ കയ്യിൽ നിന്നും പോയി. അപ്പോൾ എന്താണ്, കുറേ നമ്പറുകൾ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്, പക്ഷേ കുറേ ഒന്നും ഇതിനകത്തോട്ട് എനിക്ക് കിട്ടിയില്ല. കുറേ നമ്പറുകളൊക്കെ പോയി. ആ കൂട്ടത്തിൽ ആ ഒരു വലിയ എൻ്റെ ഒരു നല്ലൊരു ആൻറ്റിയായിരുന്നു, ആ ആൻറ്റിയുടെ നമ്പറും എനിക്ക് പോയി. ഓക്കെ, അപ്പോൾ എന്താണ്, അവരുടെ ആ ഒരു കുടുംബത്തിൽ ഇന്ന് ആങ്കിൾ സ്നാനപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്നാനപ്പെട്ടിട്ടുണ്ടാകണം, കാരണം അവിടെ ഒരു കുഴപ്പമില്ലാതെ വർഷങ്ങളായിട്ട് ആ മീറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? അതുകൂടാതെ എന്താണെന്നറിയുമോ, വർഷത്തിലൊരു ഫാസ്റ്റിംഗ് പ്രയറും അവിടെ വെക്കും കേട്ടോ. എന്തെങ്കിലും 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഒരു ഫാസ്റ്റിംഗ് പ്രയറും അവിടെ വയ്ക്കാറുണ്ട്. ഫാസ്റ്റിംഗ് പ്രയറിന് ശേഷം എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്താണ് ഈ ആൻറ്റി വിടാറ്. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 13, അന്ന് ഞാൻ ആൻറ്റിയെ പരിചയപ്പെടുമ്പോൾ 13-14 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ വളരെ സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഓവർ ഒന്നുമില്ല. എന്ന് വെച്ചാൽ അവരോട് ഇവരോട് അവരുടെ കുറ്റം ഇവരുടെ കുറ്റം അങ്ങനത്തെ പരിപാടിയൊന്നും ആ വീട്ടിനകത്തില്ല. അവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലാ വിശ്വാസികളോടും കാര്യങ്ങളൊക്കെ ഒരു പരിധി വിട്ട അടുപ്പമില്ല. എന്ന് വെച്ചാൽ എല്ലാവരോടും സംസാരിക്കുക. ഭയങ്കര നല്ല പുള്ളിക്കാരത്തിൽ നല്ല ഇതാണ്, നമ്മൾക്ക് ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് ആ പുള്ളിക്കാരത്തിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, എല്ലാവരോടും സംസാരിക്കും. ആരെങ്കിലും അവരുടെ കൂട്ടായ്മയിൽ വരുന്ന ആരെങ്കിലും രോഗിയാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയി കാണും. എന്നിട്ട് ഈ ഞാൻ പറഞ്ഞു വരുന്നതും ഈ ശുശ്രൂഷിക്കാൻ വരുന്ന ദേവദാസന്മാർക്ക് 1000 രൂപയോ അവരുടെ ദൂരമനുസരിച്ച് 1000 രൂപയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവർക്ക് വിടാറുമുണ്ട്. അവരും ഹാപ്പി, ഇവരും ഹാപ്പി. ഒരു വിഷയങ്ങളില്ല. 13 വർഷമായിട്ടൊരു പ്രോബ്ലവും ഇല്ലാതെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൊറോണയൊക്കെ വന്നു. ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഇനി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ബുദ്ധിമതിയായ ആൾക്കാരും ഇതിനകത്തുണ്ട്, ഒരു കുറവുമില്ല. നല്ല ദേവദാസന്മാരെ തന്നെ കൊണ്ടുവരുന്നത്, ഇന്ന് അറിയപ്പെടുന്ന നല്ല ദേവദാസന്മാരെ തന്നെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അവരൊക്കെ വരാറുമുണ്ട്. കാരണം ഇതൊരു വലിയ കൂട്ടായ്മയാണ്. അതിനകത്ത് ഒത്തിരി പേരുണ്ട്, വിശ്വാസികളുമുണ്ട് അവിശ്വാസികളുമുണ്ട്. എന്താ പറയുക, ബാങ്കിൽ നിന്ന് റിട്ടയറായ അങ്കിൾമാർ അവിടെയുണ്ട്, അതുപോലെ ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ വലിയ വലിയ ഹൈ ലെവലിലുള്ളവരും താഴെയുള്ളവരും എല്ലാവരും അതിനകത്തുണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു സംഭവം നടന്നു. ഒരു പുള്ളീനെ കൊണ്ടുവന്നതാണ്, ഒരു പാസ്റ്ററെ കൊണ്ടുവന്നതാണ്. പുള്ളി അപ്പോൾ അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി എന്ത് ചെയ്തു, പിന്നെ ആ പുള്ളിക്കാരനെ വിളിക്കാതെ. എന്ന് വെച്ചാൽ പുള്ളിക്കാരനോട് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഓരോരോ ബുധനാഴ്ച മാറിയാണ് ആൾക്കാരെ വിളിക്കുന്നത്. അങ്ങനെ കുറേ ബുധനാഴ്ചയായിട്ട് ആ പുള്ളീനെ അങ്ങ് വിളിച്ചില്ല, അങ്ങ് വിട്ടു, നല്ല നൈസായിട്ടങ്ങ് വിട്ടു. അപ്പോൾ ആ പുള്ളിക്കും അറിഞ്ഞുകൂടാ എന്തിനാണ് വിട്ടതെന്ന് ആ പുള്ളിക്ക് അറിഞ്ഞുകൂടാ. എന്താ പറയുക, നമ്മൾ സ്ഥിരമായിട്ട് ഒരാളാണെങ്കിലല്ലേ അവർക്ക് അതിനകത്തൊരു വിഷയം വരത്തുള്ളൂ. ഇതങ്ങനെയല്ല, 3, 4, 5 ആഴ്ചയൊക്കെ കൂടുമ്പോഴായിരിക്കും ഒരാളെ വിളിക്കുന്നത്. ചിലപ്പോൾ ഒരാളെ തന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ വേറൊരാളെ വിളിക്കും. അങ്ങനെ
സമയമൊക്കെ ഓരോരോ കാര്യങ്ങൾ മാറി വരികയാണ്. എന്ന് വെച്ചാൽ ഒരുത്തരം സ്ഥിരമായിട്ട് അവിടെ അവർ മിനിസ്ട്രി ആ പുള്ളിക്കാരത്തി ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. വളരെ സന്തോഷത്തോടെ അന്യഭാഷയുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, സകലതുമുണ്ട്, നന്നായിട്ടുള്ള വചന ശുശ്രൂഷയും എല്ലാം ഉള്ള ഒരു പെന്തക്കോസ്തുകാരത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. അതാണ് ഞാൻ പറഞ്ഞ ബുദ്ധിമതിയായ പെന്തക്കോസ്തുകാരത്തി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മറുവശത്ത് എന്താണ്, പിന്നെ എന്താ പറയുക, നിരീശ്വരവാദിയായി തീർന്ന ഒരു സഹോദരൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ഈ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞാൽ എന്തുകൊണ്ട് ചർച്ചിലോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ കുത്തുപ്രസംഗം. ഓക്കെ, ഇന്ന് നമ്മൾക്കറിയാം, ഇന്ന് മിക്ക സഭകളിലും ചെറിയ സൂചി കൊണ്ട് എടുക്കേണ്ട വിഷയങ്ങൾ ഇന്ന് വലിയ തൂമ്പ കൊണ്ട് എടുക്കുന്ന വിഷയങ്ങളായിട്ട് മാറുന്നതിന് പ്രധാന കാരണം എന്താണ്, ഈ പാസ്റ്ററിൽ വ്യാപരിക്കുന്ന ഈ കുത്തുപ്രസംഗത്തിൻ്റെ ദുരാത്മാവാണ്. അതൊരു തരം സ്പിരിറ്റാണ്, അത് ദൈവാത്മാവല്ല. കാരണം ദൈവാത്മാവിൻ്റെ കുത്തെന്ന് പറയുന്നത് വേറെയാണ്. അത് നമ്മളുടെ ജീവിതത്തിലെ കറക്റ്റ് ചെയ്യിപ്പിക്കുവാനുള്ളതാണ്. അല്ലാതെ ഈ പുള്ളിക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുത്തുന്നതോ അല്ലെങ്കിൽ എന്താണ് പുള്ളിക്ക് അസൂയയും പുള്ളിക്ക് ഈഗോയും ഉള്ളപ്പം അതിൻ്റെ പേരിൽ കുത്തുന്നത് ഒന്നുമല്ല ഈ കുത്തുപ്രസംഗം, അല്ലേ? അത് പുള്ളിയുടെ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റാണ്. അതേസമയം ഒത്തിരി ദേവദാസന്മാരുണ്ട് ഇന്ന് പെന്തക്കോസ്തിലുള്ള ഒത്തിരി ദേവദാസന്മാരിലും ഈ ഒരു സ്പിരിറ്റുണ്ട്. അവരത് ദൈവാത്മാവാണെന്ന് പറഞ്ഞിട്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എന്നാൽ ദൈവാത്മാവിലൊരു കുത്തുപ്രസംഗം വന്നാൽ എന്താ സംഭവിക്കുക, നമ്മളുടെ ജീവിതത്തിൽ കറക്ഷൻസ് ഉണ്ടാകും. അത് നമ്മളെ മുറിപ്പെടുത്തുകയല്ല ചെയ്തത്, പകരം എന്താണ്, അത് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. മറ്റതെന്താണ്, അത് നമ്മൾക്കൊരു വൈരാഗ്യം അവരോട് തോന്നിപ്പിക്കുന്നതാണ്. അവരിലെ ആ ഒരു ദുരാത്മാവിൽ നടത്തുന്ന കുത്തുപ്രസംഗം. ഒക്കെ ഇത് പുള്ളിക്കാരത്തി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇത് പല സഭകളിലും നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഒരൊറ്റ എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ദേവദാസനുണ്ട്, കേരളത്തിന് വെളിയിലാണ്. ആ ഒരു ദേവദാസൻ ഒരാളുമായിട്ട് ഒരു ഇംഗ്ലീഷ് ചർച്ച സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം പുള്ളി ഒരു ഇംഗ്ലീഷ് ചർച്ച സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുള്ളി അങ്ങ് സ്റ്റാർട്ട് ചെയ്തൊരു ബിൽഡിങ്ങിനകത്ത് പുള്ളി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യത്തെ സൺഡേ ആരും ഉണ്ടായില്ല, പുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പുള്ളി കല്യാണവും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പുള്ളി എന്ത് ചെയ്തു, പുള്ളി അവിടെ നടന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിലോട്ടല്ല, അല്ലാതെ അവിശ്വാസികളുടെ ഇടയിലോട്ടൊക്കെ ഇറങ്ങി നടന്ന് ട്രാക്റ്റൊക്കെ കൊടുത്തു ഒരുപാട് പേരെ ഇങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിച്ച കൂട്ടത്തിൽ നെക്സ്റ്റ് സൺഡേ അവിശ്വാസിയായ ഒരു സഹോദരി വന്നു കേട്ടോ. അപ്പോൾ ഈ സഹോദരി വന്നിട്ട് ഇവർ രണ്ടുപേരും ചെറുപ്പക്കാരാണ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ആരാധന തുടങ്ങി. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് നോക്കാൻ ഒരു ചമ്മലാണ്. കാരണം പുള്ളിയും ചെറുപ്പക്കാരനാണ്, ഇതും ചെറുപ്പക്കാരത്തിയാണ്. എന്തായാലും ആരാധന പതിവ് പോലെ നടന്ന് അവർ വീട്ടിൽ പോയി. നെക്സ്റ്റ് സൺഡേ ആയപ്പോഴത്തേക്കും ഈ പുള്ളിക്ക് ഒന്നും കൂടെ തീക്ഷ്ണമായിട്ട് പുള്ളി ഇറങ്ങി പ്രവർത്തിച്ചു. കാരണം ഒരാളെയും കൊണ്ട് എങ്ങനെയാണ്, അതുമല്ല ഒരു പെണ്ണാണ്, ചെറുപ്പക്കാരത്തിയാണ് വന്നിരിക്കുന്നതും, മുഖത്തോട്ട് നോക്കാനും ഒരു ചമ്മലാണ്. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, കുറച്ചും കൂടെ തീക്ഷ്ണമായിട്ട് ഇറങ്ങി നടന്നു. അങ്ങനെ നെക്സ്റ്റ് സൺഡേ ആയപ്പോഴത്തേക്കും കുറച്ചും കൂടി ആൾ കൂടി. അങ്ങനെ ആൾ കൂടി ഇന്ന് അറിയപ്പെടുന്ന വലിയൊരു ഇംഗ്ലീഷ് സർവീസായിട്ട് അതിന് മാറുവാനായിട്ട് ഇടയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. ആ ചർച്ചിൽ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഈ എന്താ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാകും, അല്ലേ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നല്ല ദൈവാത്മാവിൽ ഹാൻഡിൽ ചെയ്യുവാൻ കഴിയണം ഒരു അഭിഷക്തന്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കാര്യത്തിൽ ഒരു കറക്ഷൻസ് വേണമായിരുന്നു. അപ്പോൾ വിശ്വാസികൾ രണ്ട് തട്ടിലല്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയം വന്നപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള വിശ്വാസികൾ എന്താണ്, പാസ്റ്റർ ചെയ്യുന്ന ഈ കാര്യം കറക്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളിനെ സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ മറ്റവരിങ്ങനെ പറയുന്നുണ്ട്, ഈ കാര്യത്തിന് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ പാസ്റ്റർ അടുത്ത സൺഡേ കയറി അവനൊട്ടൊരു കൊട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പുള്ളിക്കൊരു സ്വഭാവമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് മാത്രമേ പുള്ളി സംസാരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പുള്ളി ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പുള്ളിക്ക് ഗൈഡൻസ് കൊടുത്തു. നെക്സ്റ്റ്, അതായത് ഓപ്പോസിറ്റ് ടീം പറഞ്ഞത് കറക്റ്റാണ്, ആ ഒരു കാര്യം ഒന്ന് കറക്റ്റ് ചെയ്യണമെന്ന് ദൈവാത്മാവ് പുള്ളിക്കൊരു ആലോചന കൊടുത്തു. പുള്ളി എന്ത് ചെയ്തു, നെക്സ്റ്റ് സൺഡേ വന്നപ്പോൾ ആ കാര്യം കറക്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ആരാധനയിലെ എന്തോ ഒരു സംതിങ് ആണ്, അത് കറക്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, പുള്ളി ആരെയും കൊട്ടാനും പോയില്ല, ഇപ്പുറത്തെ ആൾക്കാരെ സന്തോഷിപ്പിക്കാനും പോയില്ല. പുള്ളി ദൈവാത്മാവ് കൊടുത്ത വചനത്തിൽ നിന്നങ്ങ് ശുശ്രൂഷിച്ച് രണ്ട് കൂട്ടർക്കും കുഴപ്പമുണ്ടായില്ല. അതങ്ങ് സോൾവായിട്ട് പര്യവസാനിക്കുവാനായിട്ട് ഇടയായി. എന്ന് വെച്ചാൽ പുള്ളി ആരോടും സംസാരിക്കേണ്ടി വന്നില്ല. എന്താണ്, അവിടെ ഒരു പരിശുദ്ധാത്മാവിൽ ആ വിഷയം അവിടെ സോൾവ് ആകുവാനായിട്ടിടയായി. ഒന്നാമത്തെ കാര്യം എന്താണ്, പുള്ളി പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് പുള്ളി നിന്നില്ല. ഇവിടെ പുള്ളി എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത്, പുള്ളി കറക്റ്റ് ചെയ്തു. ഒപ്പം എന്താണ്, കുത്തുപ്രസംഗം നടത്താനും പോയില്ല, ഒന്നിനും പോയില്ല. രണ്ട് കൂട്ടരെയും ഒരുപോലെ തന്നെ പുള്ളി അങ്ങ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടിടയായി. അപ്പോൾ അവസാനം ആ പുള്ളി പറഞ്ഞു, ഇന്ന് വർഷങ്ങളായി ഒമ്പടി ആൾക്കാർ അതിനകത്തുണ്ട്, ഒരുപാട് ആൾക്കാർ ഇന്ന് ആ ഒരു ചർച്ചിനകത്ത് ഇന്ന് വന്ന് ചേർന്നിട്ടുണ്ട്. ഓക്കെ,
ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളതും അല്ലാത്തവരുമായ ഒരുപാട് ആൾക്കാർ, വലിയവനുമുണ്ട് ചെറിയവനുമുണ്ട് എല്ലാവരുമുണ്ട്, ഒരുപാട് ആൾക്കാരുള്ള ഒരു വലിയ സഭയായിട്ട് ഇന്നത് മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞൊരു ഒരു സാക്ഷ്യമായിരുന്നു ഇത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അന്ന് ഞാൻ ഇവർ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു കുത്തുപ്രസംഗത്തിന് ഇറങ്ങിയിരുന്നുവെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അന്ന് സഭ വിട്ടുപോകുമായിരുന്നു. ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ സഭ പിളർന്നിട്ടില്ല, പിളർപ്പിലോട്ട് പോയിട്ടില്ല, ആരും അവിടുന്ന് വിട്ടുപോയിട്ടില്ല. പകരം ആൾക്കാരൊക്കെ അവിടെ വരുവാനായിട്ടാണ് ഇടയായിത്തീർന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനെയാണ് ദൈവാത്മാവിലുള്ള വൈസ് ഡിസിഷൻ എന്ന് പറയുന്നതല്ലേ, അതാണ് ദൈവാത്മാവിലുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത്. മറ്റതെന്താണ്? മറ്റത് ദുരാത്മാവിലാണ് ശുശ്രൂഷിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കും? ആൾക്കാർ വിട്ടുപോകുവാനായിട്ട് ഇടയാകും, സഭ പിളർപ്പിലോട്ട് പോകുവാനായിട്ട് ഇടയാകും. ഇവിടെയാണ് ദൈവാത്മാവിന് കീഴടങ്ങുന്നവനും ദൈവാത്മാവിന് കീഴടങ്ങാത്തവനും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഇതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ മുൻപിലോട്ട് പറയുവാനായിട്ടാണ് ഞാൻ ഈ എക്സാമ്പിളുകളൊക്കെ പറഞ്ഞത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.